ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഇന്നത്തെ വീഡിയോയിൽ ബുള്ളറ്റ് കോഫി എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നുള്ള കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ഒരു ദിവസം ഡേവ് ആസ്പ്രി എന്ന് പറഞ്ഞ ഒരു ഓൺട്രപ്രനർ, ഇദ്ദേഹം ഒരു യാത്രക്ക് പോയി. യാത്ര തുടങ്ങുന്നതിന് മുമ്പേ ഡേവിന് ഒരു ഐഡിയയും ഇല്ലായിരുന്നു ഈ ഒരു യാത്ര കാരണം ഒരു പുതിയ തരത്തിലുള്ള ഡ്രിങ്ക് കണ്ടുപിടിക്കാൻ പോവുകയാണെന്നുള്ളത്. അങ്ങനെ യാത്ര തുടങ്ങി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കറങ്ങിയതിന് ശേഷം ഒരു ദിവസം ഡേവ് എത്തിച്ചേർന്നത് ടിബറ്റിലെ മൗണ്ടൻസിൽ ഹൈക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ പ്രായമായിട്ടുള്ള ഒരു ടീ മാസ്റ്റർ ഇദ്ദേഹം ഡേവിന് ഒരു കപ്പ് ചായ കൊടുത്തു. പക്ഷേ ഇതൊരു സാധാരണ ചായ ആയിരുന്നില്ല. ഇത് കുടിച്ചതിന് ശേഷം ഡേവിന് പലതരത്തിലുള്ള മാറ്റങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ചായ കുടിച്ചതിന് ശേഷം ഹൈക്കിംഗ് കുറച്ചും കൂടിയും ഡേവിന് എളുപ്പമായി തോന്നി. എനർജി ലെവൽ അതേപോലെ തന്നെ നിൽക്കുന്നത് പോലെയും മെന്റൽ ക്ലാരിറ്റി കൂടിയതായിട്ടും ചിന്തിക്കാനുള്ള കഴിവൊക്കെ കൂടിയതായിട്ടാണ് ഡേവിന് അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഡേവ് ഈ ചായൻ്റെ പ്രത്യേകത എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വീണ്ടും ഈ ടീ മാസ്റ്ററിൻ്റെ അടുത്തെത്തി. അപ്പോഴാണ് ചായക്ക് കുറേ പ്രത്യേകതകളുണ്ടെന്ന് മനസ്സിലാക്കിയത്. ഈ ചായയിൽ യാക്കിൻ്റെ ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണ ചായയല്ല, കുറച്ചും കൂടി ക്രീമി, കുറച്ചും കൂടി ഫ്രോത്തി ആയിട്ടുള്ള ചായയായിരുന്നു അത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ചായയിൽ ബട്ടർ ആഡ് ചെയ്ത സമയത്ത് ഇത്രയും ബെനിഫിറ്റ്സ് വന്നതെന്ന് കണ്ടുപിടിക്കാൻ ഡേവിനും അറിയണമായിരുന്നു. അങ്ങനെ തിരികെ നാട്ടിലെത്തിയതിനു ശേഷം ഡേവ് ഈ ചായൻ്റെ ബെനിഫിറ്റ്സ് എന്തുകൊണ്ടാണെന്ന് കണ്ടുപിടിക്കാനുള്ള പലതരത്തിലുള്ള പഠനങ്ങൾ നടത്തി. പലതരത്തിലുള്ള ട്രയൽസും എക്സ്പെരിമെൻറ്റ്സും ചെയ്തതിന് ശേഷം അവസാനം ഡേവിൻ്റേതായിട്ട് തന്നെ ഒരു ബിവറേജ് കണ്ടുപിടിച്ചു. അതിന് ബുള്ളറ്റ് പ്രൂഫ് കോഫി എന്ന് പേരിട്ടു. ഷോർട്ടായി ബുള്ളറ്റ് കോഫി എന്ന് വിളിക്കാൻ തുടങ്ങി. ഡേവിൻ്റെ ബുള്ളറ്റ് കോഫി ഉണ്ടാക്കാനുള്ള റെസിപ്പി സിമ്പിളായിരുന്നു, പക്ഷേ വളരെ പവർഫുൾ ആയിരുന്നു, ഇഫക്റ്റീവ് ആയിരുന്നു. ഡേവ് ഇതിൽ ഉപയോഗിച്ചത് മോൾഡ് ഫ്രീ ആയിട്ടുള്ള കോഫി ബീൻസ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ കൂടെ ഡേവ് 1-2 ടേബിൾ സ്പൂൺ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് ആഡ് ചെയ്തു. മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് കോക്കനട്ട് ഓയിലിലും കോക്കനട്ട് മിൽക്ക് അഥവാ തേങ്ങാപ്പാലിലൊക്കെയാണ്. മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സിന് പലതരത്തിലുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നുള്ള കാര്യം നേരത്തെ കണ്ടുപിടിച്ചതുമായിരുന്നു. മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നാടൻ പശുക്കളെ പാലുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഘീ അല്ലെങ്കിൽ ബട്ടർ ആഡ് ചെയ്യുന്നതാണ്. ഈ 3 ഇൻഗ്രീഡിയൻസിൻ്റെയും കോമ്പിനേഷൻ കഫീൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സും മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് എന്നുള്ള ഫാറ്റി ആസിഡ്സും ബട്ടറിൻ്റെ റിച്ച്നെസ്സും ഇത് 3 കൂടി ചേരുന്ന സമയത്ത് കോഫീൻ്റെ യുണീക്ക് ടേസ്റ്റ് മാത്രമല്ല, അതിൽ നിന്നും കൂടുതൽ എനർജിയും പലതരത്തിലുള്ള ബയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് കിട്ടുന്നു എന്നുള്ളത് പിന്നീട് ലോകം തന്നെ മനസ്സിലാക്കി. ഈ ഒരു ഡ്രിങ്ക് കുടിച്ചു കഴിഞ്ഞാൽ മെൻ്റൽ എബിലിറ്റി കൂടുന്നതായിട്ടും കോഗ്നിറ്റീവ് പവറും തിങ്കിങ് പവറും വളരെയധികം മെച്ചപ്പെടുന്നതായിട്ടും വിശപ്പ് മാറുന്നതായിട്ടും കീറ്റോജനിക് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഡ്രിങ്കായി മാറുകയായിരുന്നു. അതിനുശേഷം ബുള്ളറ്റ് കോഫീനെ കുറിച്ചുള്ള ബെനിഫിറ്റ്സ് ലോകമൊട്ടാകെ എല്ലാവരും അറിഞ്ഞു. പക്ഷേ ഏതൊരു പുതിയ കണ്ടെത്തലിനും അതിന് ബെനിഫിറ്റ്സിനോടൊപ്പം തന്നെ കുറേ പേര് അതിനെ ചോദ്യം ചെയ്യാനും ഉണ്ടാവും. ബുള്ളറ്റ് കോഫിക്കും അത്തരത്തിൽ കുറേ ക്വസ്റ്റ്യൻസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന്, ഈ ഒരൊറ്റ കപ്പ് കോഫി കുടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന കൂടുതൽ കാലറീസ്, അതുമാത്രമല്ല ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റ്സ്, ബട്ടർ ആവട്ടെ കോക്കനട്ട് മിൽക്ക് ആവട്ടെ, അതിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റ് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആണ്. അതുകൊണ്ട് തന്നെ ബുള്ളറ്റ് കോഫി എന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റിയതല്ല. നമ്മളുടെ ബോഡി, നമ്മളുടെ ഫിസിയോളജി, നമ്മളുടെ ഓരോരുത്തരുടെയും മെഡിക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ട് വേണം ബുള്ളറ്റ് കോഫി ഡെയിലി കുടിക്കേണ്ട ഒരു ഡ്രിങ്ക് ആണോ അല്ലേ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ. ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടും ബുള്ളറ്റ് കോഫി ഒരു പ്രാവശ്യമെങ്കിലും കുടിച്ചിട്ടുള്ള ആൾക്കാർ ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് മികച്ചതാണെന്നും ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള എനർജി ലെവൽ ഈ ഒരൊറ്റ കപ്പ് കോഫിയിൽ നിന്നും കിട്ടുന്നും നമ്മളുടെ ചിന്താശക്തി കുറച്ചും കൂടി ഷാർപ്പാക്കാൻ സാധിക്കുന്നു, ലഞ്ചിന് ശേഷം അധികം ആൾക്കാർക്കും അനുഭവപ്പെടുന്ന എനർജി ക്രാഷസ് ഒഴിവാക്കാനും ഈ ഒരു കപ്പ് കോഫിക്ക് ഉണ്ടെന്ന് ആണയിട്ട് പറയുന്നുണ്ട്. ഇനി ബുള്ളറ്റ് കോഫിയിൽ അടങ്ങിയിരിക്കുന്ന മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് എന്താണെന്നും കൂടി ഞാൻ പറയാം. ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫാറ്റി ആസിഡ്സിൻ്റെ നീളം മീഡിയം മാത്രമേ ഉള്ളൂ. സാധാരണ ഫാറ്റ്സും ഫാറ്റി ആസിഡ്സും ഒക്കെ ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആണ്. സാധാരണ രീതിയിൽ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് അടങ്ങിയിരിക്കുന്നത് കോക്കനട്ട് ഓയിലിലും കോക്കനട്ട് മിൽക്കിലും പാം കേണൽ ഓയിലിലും ഡയറി പ്രൊഡക്ട്സിലൊക്കെയാണ്. സാധാരണ രീതിയിൽ നമ്മൾക്ക് ഭക്ഷണത്തിലൂടെ കിട്ടുന്ന ഫാറ്റ്സ് ലോങ് ചെയിൻ ഫാറ്റി ആസിഡ്സ് ആയിരിക്കും. അതിനെ ഉപേക്ഷിച്ച് നോക്കുമ്പോൾ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സിന് കുറച്ച് കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് ഈസിലി ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് ബ്ലഡിലേക്ക് എത്തിക്കാൻ സാധിക്കും. ലോങ് ചെയിൻ ട്രൈഗ്ലിസറൈഡ്സിന് ബൈൽ സോൾട്ട്സ് വേണം ഡൈജസ്റ്റ് ചെയ്യാൻ. പക്ഷേ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ ഡൈജഷന് ബൈൽ സോൾട്ടിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സിനെ പെട്ടെന്ന് എളുപ്പത്തിൽ ലിവറിൽ എത്തിക്കാനും ലിവറിൽ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സിനെ എനർജി ആക്കി മാറ്റാനും പെട്ടെന്ന് സാധിക്കും. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ലിവറിലെത്തി മെറ്റബോളിസത്തിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സിനെ എളുപ്പത്തിൽ കീറ്റോൺ ബോഡീസ് ആക്കി മാറ്റാൻ സാധിക്കും.
കീറ്റോൺ ബോഡീസ് ഗ്ലൂക്കോസ് പോലെ തന്നെ നമ്മളുടെ ബോഡിയിൽ ഓരോരോ കോശങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്യൂവലാണ്. ഈവൻ നമ്മളുടെ ബ്രെയിനിനും മസിൽസിനും കീറ്റോൺ ബോഡീസ് ഉപയോഗിക്കാൻ സാധിക്കും. കീറ്റോൺ ബോഡീസിൽ നിന്നും എനർജി ഉണ്ടാക്കാനും സാധിക്കും. ഹെൽത്തി കീറ്റോജനിക് ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും അത്ലറ്റ്സിനും കൂടുതൽ സമയം എനർജി ആവശ്യമുള്ളവർക്കും മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് അതുകൊണ്ട് തന്നെ ഹെൽപ്ഫുൾ ആണ്. മൂന്നാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വിശപ്പ് വരില്ല, ഒരു ഫുൾനെസ് എല്ലാ സമയത്തും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മറ്റു തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും, വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും, വിശപ്പ് കുറയ്ക്കാനും. അതുകൊണ്ട് തന്നെ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സിന് നമ്മളുടെ വെയിറ്റ് കുറയ്ക്കാനുള്ള കഴിവുണ്ടെന്നും പറയുന്നുണ്ട്. ഇത് കൂടാതെ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സിന് തെർമോജെനിസിസിൽ റോൾ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് ഡെപ്പോസിറ്റ്സിനെ റെഗുലേറ്റ് ചെയ്തിട്ട് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനും ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫാറ്റ്സിനെ ഓക്സിഡൈസ് ചെയ്യാനും അങ്ങനെയും വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സിന് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും. മറ്റൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ലിവറിൽ മെറ്റബോളിസം നടക്കുന്ന മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സിന് ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യാനും എളുപ്പത്തിൽ ബ്രെയിനിലെത്താനും ബ്രെയിനിലുള്ള ഓരോ കോശങ്ങൾക്ക്, അതിനെ നമ്മൾ ന്യൂറോൺസ് എന്നാണ് പറയാറ്, ഈ ന്യൂറോൺസിന് ഗ്ലൂക്കോസിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്യൂവലായി ഈ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സിന് ഉപയോഗിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മെൻ്റൽ എബിലിറ്റി കൂടുന്നതായിട്ടും കോഗ്നിറ്റീവ് പവർ, തിങ്കിങ് എബിലിറ്റി, മെൻ്റൽ ക്ലാരിറ്റി വർദ്ധിപ്പിക്കാനും നമ്മളെ കൂടുതൽ അലേർട്ട് ആക്കാനും നമ്മളുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും ഒക്കെ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സിന് സാധിക്കും. ഇത് നോർമൽ ഇൻഡിവിജ്വൽസിന് വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓൾറെഡി ന്യൂറോളജിക്കൽ കണ്ടീഷൻസ് ഉള്ളവർക്ക്, ഉദാഹരണത്തിന് ആൽസിമേഴ്സ് ഡിസീസും എപ്പിലെപ്സി അല്ലെങ്കിൽ അപസ്മാരം പോലത്തെ കണ്ടീഷൻസിന് മരുന്ന് കഴിക്കുന്നവർക്കൊക്കെ കൂടുതൽ ബെനിഫിറ്റ്സ് തരുമെന്നാണ് പറയുന്നത്. അവസാനമായി മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സിന് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. പലതരത്തിലുള്ള ബാക്ടീരിയ, പലതരത്തിലുള്ള വൈറസസിനെയും നമ്മളുടെ ശരീരത്തിൽ കയറി രോഗങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള രോഗാണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവും മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സിനുണ്ട്. ഈ ഒരു പ്രോപ്പർട്ടി കാരണം നമ്മളുടെ വൻകുടലിൽ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് എത്തിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഗട്ട് മൈക്രോബിയത്തിനെ കൂടുതൽ ഹെൽത്തി ആക്കാനും നമ്മളുടെ ഓവറോൾ ഹെൽത്ത് മികച്ചതാക്കാനും മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സിന് റോൾ ഉണ്ടെന്നാണ് പുതിയ സ്റ്റഡീസിൽ പറയുന്നത്. പക്ഷേ ഇത്രയൊക്കെ ബെനിഫിറ്റ്സ് മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് ഉണ്ടെങ്കിലും ഇത് കഴിക്കുന്നതിൻ്റെ അളവ് ശ്രദ്ധിക്കണം. എല്ലാവർക്കും മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് കുടിക്കാനോ കഴിക്കാനോ സാധിക്കില്ല. നിങ്ങളുടെ ലിപ്പിഡ് പ്രൊഫൈൽ, അതായത് ടോട്ടൽ കൊളസ്ട്രോൾ, LDL, HDL കൊളസ്ട്രോൾ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കണം. ഓൾറെഡി നിങ്ങൾ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സുമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രം മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. പോരാത്തതിന് കുറച്ച് കൂടുതൽ എമൗണ്ടിൽ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് കഴിച്ചാൽ ചില ആൾക്കാർക്ക് ഗ്യാസ്ട്രിക് ഡിസ്കംഫർട്ടും നോസിയ, ഡൈജഷൻ്റെ പ്രോബ്ലംസും അനുഭവപ്പെട്ടത്. ഇന്നത്തെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കീറ്റോഫി എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഇത് കോഫീൻ്റെ കൂടെ തന്നെ മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് അടങ്ങിയിരിക്കുന്ന ഒരു ബ്രാൻഡാണ്. ബുള്ളറ്റ് കോഫിയാണ്. വെൽവേഴ്സ്ഡ് എന്ന് പറഞ്ഞ കമ്പനീൻ്റെ ഒരു പ്രൊഡക്റ്റാണിത്. നിങ്ങൾ ഹെൽത്തി കീറ്റോ ഡയറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. ഈ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഫാറ്റ്സ് അടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഈ ഫാറ്റിൽ നിന്നും കിട്ടുന്ന കാലറീസിൻ്റെ അളവ് വളരെ കുറവാണ്. കീറ്റോഫി എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റിൽ അടങ്ങിയിരിക്കുന്ന മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സും മറ്റു ഫാറ്റിൽ നിന്നും കിട്ടുന്ന ഫാറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ 5.4 ഗ്രാംസ് ആണ്. 2.6 ഗ്രാം മാത്രമേ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ പറയുന്നത് ഡെയിലി കൺസംഷൻ്റെ വാല്യൂസ് ആണ്. ഇതിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയിട്ടില്ല, ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടില്ല. ഈ പ്രൊഡക്റ്റ് ഓൺലൈനായി വാങ്ങിക്കാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടൻ്റെ താഴെ കാണാം. ലിങ്കിനോടൊപ്പം തന്നെ ഈ പ്രൊഡക്റ്റിൻ്റെ 10% ഡിസ്കൗണ്ട് കോഡും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ കോഡിൽ കാണാവുന്നതാണ്. ഇനി എനിക്കറിയേണ്ടത്, നിങ്ങൾ എപ്പോഴെങ്കിലും ബുള്ളറ്റ് കോഫി ട്രൈ ചെയ്തിട്ടുണ്ടോ ഇല്ലേ? നിങ്ങൾക്ക് എന്തെല്ലാം രീതിയിലുള്ള മാറ്റങ്ങളാണ് അനുഭവപ്പെട്ടിട്ടുള്ളത്? നിങ്ങൾ ഏത് ബ്രാൻഡ് ബുള്ളറ്റ് കോഫിയാണ് യൂസ് ചെയ്യുന്നത്? ഇതെല്ലാം വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ ഒരു കപ്പ് കോഫി കുടിക്കുകയാണെങ്കിൽ അതിൽ നിന്നും എന്തെല്ലാം ഹെൽത്ത് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നു എന്ന് അറിയാൻ ഈ വീഡിയോ കാണുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.